കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ സർവേ നടത്തി ഓവർ ടൈം പണിയെടുക്കുന്ന മനോരമ പോലും തകർന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആറ്റുകാൽ പൊങ്കാലയാണ്. എല്ലാവരുടെയും പ്രധാനപ്പെട്ട കവറേജ് ആറ്റുകാൽ ക്ഷേത്രത്തിലും ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച വിശേഷങ്ങളാണ്. പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് മനോരമ കോൺഗ്രസിന്റെ മാസപ്പടി പറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സർവേയോട് സർവേ. പക്ഷേ സർവേയുടെ പോക്ക് കണ്ടിട്ട് പണം മുടക്കിയ സതീശനും പണം വാങ്ങിച്ച മാമൻ മാപ്പിള മുതലാളിയുടെ കുടുംബവും വല്ലാത്ത രീതിയിൽ ആശങ്കയിൽപ്പെടുകയാണ്. എന്താണെന്നല്ലേ, ഇന്നലത്തെ സർവേയിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കേരളത്തിൽ ഭരണമാറ്റം വേണോ വേണ്ടയോ എന്നുള്ള കാര്യമാണ്. അതിൻ്റെ ഗ്രാഫ് പോകുന്ന പോക്ക് കണ്ടിട്ട് കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് മനോരമയ്ക്ക് തന്നെ തുറന്നു പറയേണ്ട ഒരു അവസ്ഥയാണ്. ദേ കേട്ടെ. വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കൂടെ നമ്മൾ പോവാണ്. ഇടത് സർക്കാർ തുടരണോ എന്ന ചോദ്യത്തിന് ഫെബ്രുവരി ആദ്യവാരം തുടരണമെന്ന് പറഞ്ഞ് 40.3%. ഫെബ്രുവരി രണ്ടാം വാരം 38.8 ഫെബ്രുവരി മൂന്നാം വാരം ഉയരുകയാണ്. കാര്യമായി ഉയർന്നത് 44.7% വന്നു. ഫെബ്രുവരി നാലാം വാരം ഒരു അല്പം കൂടി ഉയർന്നത് 46.7% എത്തുന്നു. മാറണം എന്ന് പറയുന്ന ഫെബ്രുവരി ആദ്യവാരം 53.7% രണ്ടാം വാരം അത് 58% ഉയർന്നു. പക്ഷേ ഫെബ്രുവരി മൂന്നാമത്തെ ആഴ്ച 50.4% അഭിപ്രായമുള്ളൂ. ഫെബ്രുവരി നാലാം വാരം സർക്കാർ മാറണം, ഇടത് സർക്കാർ മാറണം എന്ന് പറയുന്നവർ 48.1% വന്നു എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ജയമോഹൻ. അതെ, ആ നമ്പർ ഉണ്ടല്ലോ, അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ 99 സീറ്റുമായിട്ട് കഴിഞ്ഞ തവണ ഇടതുപക്ഷം ജയിക്കുമ്പോൾ 45.4% അവർക്ക് കിട്ടിയ വോട്ട് ഷെയർ. അതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ സർക്കാർ തുടരണം എന്ന് പറയുന്നത്. അല്ലാതെ കേവലമായ സംഖ്യ മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ മറുഭാഗത്താണ് കൂടുതൽ നമ്പറുള്ളത്. പക്ഷേ അത് എല്ലാ പ്രതിപക്ഷവും കൂടി ചേർന്ന നമ്പറാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ വോട്ട് ഷെയർ എന്ന് പറയുന്നത് കഴിഞ്ഞ 2 തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. 8000-ലധികം വോട്ടുകളുടെ സാമ്പിൾ എടുത്തിട്ടാണ്, അതായത് നമ്മൾ ട്രാക്കർ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും കൂടിയ സാമ്പിൾ സൈസ് എടുത്തപ്പോൾ കിട്ടിയ ഫലമാണിത്. ഇത് വളരെ പ്രധാനം. വന്ന് സർക്കാർ അധികാരത്തിൽ നിന്ന് മാറണ്ട, വാക്കാണ് ഉറപ്പ് എന്നുള്ള കാര്യം അനുഭവത്തിലൂടെ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. ഇത്രയും കാലം മനോരമ ഉൾപ്പെടെയുള്ളവർ നേരത്തെ പറഞ്ഞ പോലെ ഓവർ ടൈം പണിയെടുത്ത് പല കുപ്രചരണങ്ങളും പല തരത്തിലുള്ള അധിക്ഷേപങ്ങളും പല തെറ്റിദ്ധാരണകളും ഉണ്ടാക്കിയതിന് ശേഷം ജനം കാര്യങ്ങൾ വിലയിരുത്തി തുടങ്ങിയപ്പോൾ പലതും കല്ലിട്ട് പോക്കല്ല, കല്ലിട്ട് റിയാലിറ്റി ആക്കുന്ന പ്രവർത്തനം ഈ സർക്കാർ ചെയ്തിട്ടുണ്ടെന്ന് ഓരോ കാര്യങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു കാട്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ജനം ചിന്തിച്ചു തുടങ്ങി എന്നതിൻ്റെ തെളിവാണ് സർവേ ഫലം.